ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോനെ കുറിച്ചാണ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് തടി ഉള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് തടി കുറച്ചത്? എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് തടി കുറച്ചത്? അപ്പോൾ പക്ഷേ ബേസിക്കലി ഞാൻ ദുബായിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ വെച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ സമയത്തിനൊക്കെ കഴിക്കാതെ ആയപ്പോഴാണ് എൻ്റെ തടി കുറഞ്ഞത്. പക്ഷേ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അങ്ങനെ ഓവറായിട്ട് ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. എനിക്ക് കൂടുതലും നാട്ടിലത്തെ ഫുഡാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ പുറത്ത് പോയപ്പോൾ പുറത്തെ ഫുഡുകളൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിന് പിടിച്ച ഭക്ഷണം അതൊന്നല്ല. എനിക്കപ്പോൾ അത് കഴിച്ചാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒട്ടും കിട്ടിയിരുന്നില്ല. ഞാൻ പുറത്ത് പോകുമ്പോഴായാലും പിന്നെ എന്താ പറയുക, നാടൻ ഫുഡുകളാണ് നമ്മുടെ കേരളത്തിലെ സദ്യ, എന്താ പറയുക, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, പുട്ട്, കടല, ദോശ, സാമ്പാർ, അങ്ങനെയുള്ള സാധനങ്ങളോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ എൻ്റെ തടി കുറയാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ചവച്ചരച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. അല്ലാണ്ട് സ്പീഡിൽ നമ്മൾ ഒരിക്കലും ഫുഡ് സ്പീഡിൽ എവിടെയെങ്കിലും ഓടി പോകാനുള്ള പോലെ ഒന്നും നമ്മൾ ഒരിക്കലും ഫുഡ് കഴിക്കാൻ പാടില്ല. നമ്മൾ ആസ്വദിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ അതൊരു മെയിൻ കാര്യമാണ് ഫുഡ്. നമ്മൾ പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ അങ്ങനെയാണ് ഫുഡ് നമ്മൾ ആസ്വദിച്ചിട്ട് കഴിക്കുക. പിന്നെന്ന് വെച്ചാൽ നമ്മളൊരു ദിവസം ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടില്ല, ഒരുപാട് ഒരു 8 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ കുടിക്കണം, മാക്സിമം വെള്ളം കുടിക്കുക. ചിലർക്കൊക്കെ ഭയങ്കര മടിയാണ്, സ്ത്രീകൾക്ക് പൊതുവേ. അപ്പോൾ ഏത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും മാക്സിമം ഒരു 8 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് എവിടെയെങ്കിലും കൂടി പോകാനുള്ള പോലെ സ്പീഡിൽ എന്തോ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ഫുഡ് കഴിക്കരുത്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം. നമ്മൾ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു 2 മുട്ട പുഴുങ്ങിയത്, പിന്നെ എന്താ പറയുക, വെജിറ്റബിൾസ്, നല്ല കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മാക്സിമം എന്താ പറയുക, നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മൾ കുറച്ച് പ്രായമായാലും നമുക്ക് യങ്ങായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആക്കി വെക്കുക. പിന്നെ നമ്മൾ പെറ്റുവാണെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുട്ടികളൊക്കെ ആയിട്ട് നടക്കാൻ പോവുക. അപ്പോൾ തന്നെ നമ്മുടെ തടി കുറയും. പിന്നെ വെച്ചാൽ നമ്മൾ ഫുഡ് പുറത്തുനിന്നുള്ള ഈ ജങ്ക് ഫുഡ്സൊക്കെ അങ്ങോട്ട് മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഒരു ഗ്ലാസ് പാലെങ്കിലും ഒരു നേരം കുടിക്കുക, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അത് കുടിക്കുക. പിന്നെ എന്ന് വെച്ചാൽ എനിക്കും ഒരുപാട് ഭയങ്കര തടിച്ചിരിക്കുകയാണ്, ഭയങ്കര ബോഡി ഷെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിന് വിഷമം വരും, എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ ഓരോന്ന് പറയണത് കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ ചിന്തിക്കും. നമ്മൾ പക്ഷേ അങ്ങനെ ആരോടും അങ്ങനെ പറഞ്ഞ് വിഷമം